അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വബഅദ്. ഇണ ചേരുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന 11 മര്യാദകളാണ് സൂചിപ്പിക്കുന്നത്. അതിലൊന്നാമത്തത് നല്ല നിയ്യത്തുണ്ടാവുക, ഇണയോടുള്ള ഗുണകാംക്ഷ, സ്വന്തം ശരീരത്തോടുള്ള ഗുണകാംക്ഷ, കുട്ടികളുണ്ടാവുക എന്നുള്ള നല്ല നിയ്യത്തുകളാണെങ്കിൽ അതിന് പ്രതിഫലമുണ്ടെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. രണ്ടാമത്തത് ഭാര്യമാരുമായി, ഇണകളുമായി അവരെ ചുംബിക്കുക, അവരെ തലോടുക, അവരുമായി കളിക്കുക തുടങ്ങിയതൊക്കെ ഇണചേരുന്നതിൻ്റെ ഭാഗമായി വേണമെന്ന് ഹദീസിൽ സ്ഥിരപ്പെട്ടൊരു കാര്യമാണ്. മൂന്നാമത്തത് ബിസ്മി ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ജന്നിബിന ശൈത്താൻ വ ജന്നിബി ശൈത്താന മ റസഖ്തന എന്ന ദുആ വിട്ടുപോവാതിരിക്കുക. നാലാമത്തത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അനുവദിക്കപ്പെട്ട ഏതു പൊസിഷനുകളും സ്വീകരിക്കാം. ഇസ്ലാം അത് വിലക്കുന്നില്ല. പലരും അത് വിലക്കപ്പെട്ടതാണെന്ന് കരുതുന്നു. ഇസ്ലാം അത് വിലക്കുന്നില്ല. അഞ്ചാമത്തത് ഒരു കാരണവശാലും പിൻദ്വാരം ഉപയോഗിക്കാതിരിക്കുക. പ്രസവിക്കുന്ന ഭാഗത്തുകൂടി മാത്രമേ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടുള്ളൂ. ഇനി റിപ്പീറ്റേഷൻ ഉദ്ദേശിക്കുന്ന ആളുകൾ, ഒരു രാത്രിയിൽ തന്നെ ഒന്നിലധികം തവണ ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് വുളു എടുക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ലൈംഗികാവയവങ്ങൾ തമ്മിൽ പ്രവേശനം നടന്നു കഴിഞ്ഞാൽ സ്ഖലനം സംഭവിച്ചിട്ടില്ലെങ്കിലും കുളിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാതെ തന്നെ സ്ഖലനം സംഭവിച്ചാലും കുളിക്കണം. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. 8 ആർത്തവ സമയത്ത് ആർത്തവമുണ്ടാകുന്ന ഭാഗവുമായി ബന്ധപ്പെടാൻ പാടില്ലാത്തതാണ്. അതല്ലാത്ത ശാരീരിക ഭാഗങ്ങൾ ആസ്വദിക്കുന്നതിൽ ഇസ്ലാം വിലക്ക് കൽപ്പിച്ചിട്ടില്ല. ഒരാൾ ജനാബത്ത് കുളിക്കാതെ കിടന്നുറങ്ങുന്നതിൽ വിരോധമില്ല. എന്നാൽ എഴുന്നേറ്റ് നമസ്കരിക്കുന്നതിന് മുമ്പ് അവർ ജനാബത്ത് കുളിച്ചാൽ മതി. അതേപോലെ തന്നെ തൽക്കാലത്തേക്ക് ഗർഭിണിയാവാതിരിക്കാനുള്ള വഴികൾ സ്വീകരിക്കാവുന്നതാണ്. അതേപോലെ തന്നെ അത് സ്ഖലനം പുറത്തേക്ക് പോകുന്നതടക്കമുള്ള മാർഗങ്ങൾ ഉപയോഗിക്കാം. എന്നാൽ സ്ഥിരമായത് ഉപയോഗിക്കുന്നത് തെറ്റാണ്, ഹറാമാണ്. 11ാമത്തത് കിടപ്പറ രഹസ്യങ്ങൾ ഒരിക്കലും ആരോടും പുറത്തു പറയാൻ പാടില്ല. അത് നമ്മുടെ രഹസ്യങ്ങളാണ്. ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി വസല്ലം.